ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും നമ്മളുടെ നിത്യ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഹിസ്റ്ററിയെക്കുറിച്ച് കേൾക്കുമ്പോഴും സമകാലീന ലോകത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ലോകത്ത് എന്തെല്ലാം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് രണ്ട് വശങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ടെന്നറിയാം. ഒന്ന്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. രണ്ട്, പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പം വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മാറ്റങ്ങളെ കാണുകയും വീക്ഷിക്കുകയും അല്ലെങ്കിൽ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരും, അതുപോലെ തന്നെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ദോഷൈക ദൃക്കുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഉള്ള അവസ്ഥകളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുകയും ഫിയർ ഫാക്ടർ, ഫിയർ മോങ്കറിങ് നടത്തുന്നവരുണ്ട്, ഭീതി വരുത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഭീതി വരുത്തുന്ന ഫിയർ മോങ്കേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാകുന്ന ഫിയർ സൈക്കോസിസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. പെസിമിസ്റ്റിക് ആയിട്ടുള്ള ദോഷൈക ദൃക്കുകൾ, കാരണം എപ്പോഴും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സൈഡുകൾ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ദോഷം മാത്രം കാണുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ലോകത്ത് ഈ രണ്ട് ക്ലാസ് ഓഫ് പീപ്പിൾ എപ്പോഴും ഉണ്ടാകും, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ നമ്മളുടെ വീഡിയോയുടെ ടോപ്പിക് MBA അല്ലെങ്കിൽ എഞ്ചിനീയറിങ് പഠിച്ചു കഴിഞ്ഞാലാണോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇനിയും വരുന്ന ഭാവിയിൽ കാരണം അടുത്ത ഒരു 5 മുതൽ ഒരു 10 വർഷ കാലയളവിൽ പ്രത്യേകിച്ച് ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ എന്തിനാണ്, MBA പഠിച്ചാലാണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ടോപ്പിക്ക്. അതിന് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഫോർവേഡായിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ രണ്ട് രീതിയിൽ വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്കറിയാം, പണ്ട് പ്രത്യേകിച്ച് സാങ്കേതികപരമായിട്ടുള്ള സാങ്കേതിക മേഖലയിൽ സാങ്കേതിക വിദ്യകളുടെ ഒക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ എന്ന് വെച്ചാൽ റവല്യൂഷണറി ആയിട്ടുള്ള, പ്രത്യേകിച്ച് പണ്ട് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും കമ്പ്യൂട്ടർ വന്നപ്പോൾ നമുക്കറിയാം, അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇതിനെ ഈ രണ്ട് രീതിയിലും സ്വീകരിക്കുകയും അല്ലെങ്കിൽ വീക്ഷിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. അന്ന് കമ്പ്യൂട്ടറിനെ പാടെ എതിർക്കുകയും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ഒക്കെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ വരവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു പുതിയ സാങ്കേതിക സംവിധാനം, അതിനെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുകയും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എതിർക്കുകയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. അതായത് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന, എന്നുവെച്ചാൽ അന്ന് വരെ സമകാലീന ലോകത്ത്, അവരുടെ സമകാലീന ലോകത്ത് നിലനിൽക്കുന്ന അവസരങ്ങളും ജോലികളും ഒക്കെ തന്നെ നഷ്ടപ്പെടുകയും ഇത് ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുകയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത് പറഞ്ഞു വരുത്തുകയും ചെയ്ത ആൾക്കാർ അന്നുമുണ്ട്, ഇപ്പോഴുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നു, അതിനുശേഷം സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായി, ഇൻ്റർനെറ്റ് വന്നു. അപ്പോൾ ഇങ്ങനെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ രണ്ട് വീക്ഷണഗതിയുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ ലോകത്തും നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ AI വരുമ്പോൾ തീർച്ചയായിട്ടും ഇതേ കാഴ്ചപ്പാടുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ലോകം മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും അതിന്, കാരണം ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും സമൂഹവും എല്ലാം തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിപ്ലവകരമായിട്ടുള്ള പുതിയ ഏറ്റവും ഇന്നവേറ്റീവ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ഉൾക്കൊള്ളുകയും അതിൻ്റെ നല്ല വശങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുന്നതും സമൂഹത്തിന് മാറ്റം ഉണ്ടാകുന്നതും രാജ്യത്തിന് മാറ്റം ഉണ്ടാകുന്നതും. അതിന് പകരം നമ്മൾ ഈ പറഞ്ഞ പെസിമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ റിഗ്രസീവായിട്ട്, എന്നുവെച്ചാൽ ഏത് മാറ്റത്തെയും നമ്മൾ സ്വീകരിക്കാതെ വളരെ റിജിഡായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പുരോഗതി അല്ലെങ്കിൽ മുന്നേറ്റം നമുക്ക് ഉണ്ടാകാതിരിക്കുകയും അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതിപ്പോൾ AI കാലത്ത് മാത്രമല്ല, ഇതിന് പുറമോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് കൃത്യമായില്ല, പക്ഷേ പണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ച്
ലോകത്തിൻ്റെ പല ഭാഗങ്ങളും അതിനെ സ്വീകരിക്കുകയും മറ്റു ചില ഭാഗങ്ങളൊക്കെ തന്നെ അതിനെ പല കാരണങ്ങളും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ വെൽക്കം ചെയ്ത അല്ലെങ്കിൽ സ്വീകരിച്ച രാജ്യങ്ങളും സമൂഹവും ഒക്കെ തന്നെ വ്യാവസായികപരമായിട്ട് പുരോഗമിക്കുകയും അവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് മോഡേൺ ഒക്കെ ആയി തീരുകയും ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഈ ഭൂപ്രദേശങ്ങളും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ തന്നെ ബാക്ക്വേർഡായിട്ട് തന്നെ നിലനിൽക്കുകയൊക്കെ ചെയ്ത കാഴ്ചയാണ് നമുക്ക് അന്ന് മുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടുള്ള ലോകമൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, വിപ്ലവകര എന്ന് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമല്ല ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ലോകത്ത് പറഞ്ഞ ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു തുടക്കം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കുന്ന സമൂഹവും ജനസമൂഹം തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ പ്രോഗ്രസ് ആകാനും ഡെവലപ്ഡ് ആകാനും അല്ലെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് മോഡേണൈസ് ആകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. റഷ്യയൊക്കെ അങ്ങനെയുള്ള രാജ്യവും സമൂഹമൊക്കെയാണ്. വെസ്റ്റേൺ സമൂഹങ്ങൾ ഏകദേശം ഒക്കെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ അവർ വ്യത്യസ്തമായിട്ടുള്ള തോതിൽ സ്വീകരിച്ചത് കൊണ്ടും അതിനെ അബ്സോർബ് ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ എന്നുവെച്ചാൽ മാറ്റമാണ്. ഞാൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ മാറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെ അബ്സോർബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റം സമസ്ത മേഖലയിലും എല്ലാ നമ്മുടെ ജനജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിൽ മറ്റ് മുൻപേ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വിപ്ലവങ്ങളെല്ലാം തന്നെ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുപോലുള്ള ഒരുപക്ഷെ അതിനും ഉപരിയായിട്ടുള്ള മാറ്റങ്ങൾ, വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും പരമ്പരാഗതമായിട്ട് ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ കൺസർവേറ്റീവായിട്ടുള്ള സമൂഹത്തെ തീർച്ചയായിട്ടും അത് മാറ്റിമറിക്കും അല്ലെങ്കിൽ ഉടച്ചു വാർക്കും. അത് സ്വീകരിക്കാൻ തയ്യാറാത്ത സമൂഹം ബാക്ക്വേർഡായിട്ട് ഏറ്റവും പിൻപന്തിയിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നിലേക്ക് തള്ളപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം നമ്മുടെ രാജ്യത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് വളരെ ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ പുരോഗതിക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. അത് സ്വീകരിക്കാത്ത ജനവിഭാഗം നമ്മുടെ ഉള്ളിൽ തന്നെ, രാജ്യത്തിനുള്ളിൽ തന്നെ അത് സ്വീകരിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ജനവിഭാഗം തീർച്ചയായിട്ടും പിന്തള്ളപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ലോകത്ത് വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ജോബ്സ് നഷ്ടപ്പെടും, പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എക്സിസ്റ്റിംഗ് ജോബ്സ് എന്നല്ല ഇപ്പോൾ നിലവിലുള്ള പഴഞ്ചൻ രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലികളൊക്കെ തന്നെ നഷ്ടപ്പെടും. പുതിയ ജോലി സാധ്യതകൾ തുറക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും അതിനുശേഷം ഇൻ്റർനെറ്റ് വന്നപ്പോഴും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന വലിയൊരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഏതെല്ലാം രീതിയിലുള്ള ക്രമീകരണങ്ങളും മാറ്റങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളൂ. ഇതിനകത്തിൽ ഇനിയും നമുക്കറിയാം പല വളരെ 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 നമ്മുടെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന കഴിയുന്നതിലപ്പുറത്തുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാനിരിക്കെ ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആശങ്കയും ഭീതിയും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഇത് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള കാലത്തിൽ ഇതെന്തായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്ന ലോകം എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലും വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒത്തിരി ജോലി സാധ്യതകൾ തുറന്നു തരുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള ജോലികളൊക്കെ തന്നെ അത് വൈപ്പ് ഓഫ് ചെയ്യും അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ, ഷോർട്ട് ടൈമാണ് 5 വർഷത്തിനുള്ളിൽ, ഹ്രസ്വകാലത്ത് 5 വർഷത്തിനുള്ളിൽ 9 കോടി തൊഴിലവസരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതാക്കും. അറ്റ് ദ സെയിം ടൈം 17 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അപ്പം
ഇല്ലാതാക്കുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് വെൽക്കം ചെയ്യാവുന്നൊരു മോഡലാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. ഇത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ കണക്കാണ്, WEF. അതിൻ്റെ കണക്കനുസരിച്ച് ലോകത്തിലെ 9 കോടി തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമ്പോൾ 17 കോടി തൊഴിലവസരങ്ങൾ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടും AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ്. അതുപോലെ തന്നെ 2025 നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിച്ചത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയവരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അത് ഈ വിബോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ പുറത്തിറക്കിയ ഇന്ത്യയുടെ ഒരു സ്കിൽ റിപ്പോർട്ട്, 2025 സ്കിൽ റിപ്പോർട്ട്, ഇന്ത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗ്ലോബൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിൽ പങ്കെടുത്ത ഏതാണ്ട് 6.5 ലക്ഷം ഉദ്യോഗാർത്ഥികളെയും 15 സെക്ടേഴ്സ്, 15 മേഖലകളെയും ഏകദേശം 1000-ഓളം കമ്പനികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് MBA കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ജോലി ലഭിക്കാൻ, രാജ്യത്ത് ഇന്ത്യയിൽ ജോലി ലഭിക്കാൻ എളുപ്പം. നേരത്തെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം MBAക്കൊന്നും വലിയ വാല്യൂ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അതിനെ മുദ്രകുത്തി കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ 90കളുടെയൊക്കെ ഇന്ത്യ ലിബറലൈസ് ചെയ്ത സമയത്തൊക്കെ 1990-91 കാലഘട്ടത്തിൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് ഉദാരവൽക്കരണം തുടങ്ങിയ സമയത്തൊക്കെ MBAക്കൊക്കെ നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് നമ്മുടെ രാജ്യത്ത് MBA ഒന്നും പണ്ടത്തെ IIM-ഉം ഒരുപക്ഷെ IIT-യിലൊക്കെ ഉള്ള വളരെ ചുരുക്കമായിട്ടുള്ള MBA ഗ്രാജുവേറ്റ്സ് മാത്രമുള്ളൊരു രാജ്യത്തു നിന്നും ഒട്ടനവധി യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ തുടങ്ങി MBA ഗ്രാജുവേറ്റ്സിനെ കൂടുതൽ സൃഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ MBAക്ക് ഗ്രാജുവലായിട്ടുള്ളൊരു റെക്കഗ്നീഷൻ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം നമ്പേഴ്സ് കൂടിയപ്പോൾ അതെല്ലാം വാല്യൂ ഡയലൂട്ട് ചെയ്തു എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഇടക്കാലത്ത് MBAക്കൊന്നും വലിയ വാല്യൂ ഇല്ല എന്നുള്ളൊരു പൊതുവെ ഉള്ളൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും 2025 ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് MBA കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിനാണ് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. MBA പഠിച്ചിറങ്ങിയ, ഇത് റിപ്പോർട്ടാണ്, ഇതിനകത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു റിപ്പോർട്ടും നമുക്ക് 100% അതിൻ്റെ എന്താണ് പറയുന്നത് എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രായോഗികത ഒന്നും നമുക്ക് ഒരു റിപ്പോർട്ടിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കളക്ട് ചെയ്ത ചില ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 78% MBA ഗ്രാജുവേറ്റ്സിനും ജോലി ലഭിക്കാൻ സാധ്യത ഇന്ന് ഇന്ത്യയിലുണ്ട്. അതിനുശേഷം ഇത് 2019 36.44%. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ MBAക്ക് നേരത്തെ വാല്യൂ ഇല്ല എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2019 ഒരു 6 വർഷം മുമ്പുള്ള കാര്യമാണ്. അതിന് പുറമോട്ടും ഇടയ്ക്ക് ഈ MBA എവിടെ നോക്കി കഴിഞ്ഞാൽ MBA ചെറുതും വലുതായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ MBA ഗ്രാജുവേറ്റ്സിനെ മാനുഫാക്ചർ ചെയ്ത് ഇല്ലേ ഈ ജോബ് മാർക്കറ്റിലേക്ക് തള്ളിവിടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും MBAക്ക് വലിയ ഒരു വാല്യൂ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്തതിൻ്റെ കാരണം MBAക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല, കാരണം ക്വാളിറ്റി ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും, എന്നാലും പൊതുവെ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് പറയുന്നത് അവർക്ക് ക്വാളിറ്റി വർക്ക് ഫോഴ്സിനെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. MBA ഗ്രാജുവേറ്റ്സിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടർ പൊതുവെ പറയുന്നത് ജനറലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ല, ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ക്വാളിഫൈഡ് ആണ്, പക്ഷേ ക്വാളിറ്റി മാൻ പവറിനെ അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത്യാവശ്യം ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അല്ല, അതിൻ്റെ ഒരു പകുതി പോലും ഉള്ള സ്റ്റാൻഡേർഡിലുള്ള മാൻ പവർ ഇന്ത്യയിൽ ലഭ്യമല്ല എന്നാണ് പൊതുവെ കോർപ്പറേറ്റ് സെക്ടർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ 2019 MBA ഗ്രാജുവേറ്റ്സിൻ്റെ 36.46% മാത്രമാണ് ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 78%. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വർഷം 100 MBA ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 78 പേർക്കും ജോലി ലഭിക്കും എന്നുള്ളൊരു സാധ്യത ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റവും അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്ക് അത് അബ്സോർബ് ചെയ്യാൻ കഴിയണം. അതോടെ ഇപ്പോൾ ഒരു വർഷം നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഗ്രാജുവേറ്റ്സ് അവരെ അബ്സോർബ് ചെയ്യാൻ ഇന്ത്യൻ ജോബ് മാർക്കറ്റിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇക്കണോമിക് സെക്ടറിനോട് കഴിയണം, മനസ്സിലായില്ലേ? അപ്പം ആ ജോബ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്
ഇൻഡസ്ട്രിയൽ സെക്ടറിന്, ഇക്കണോമിക് സെക്ടറിനോട് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ജോബ് ലഭിക്കത്തുള്ളൂ. ഇഷ്ടംപോലെ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പക്ഷേ സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ സപ്ലൈ ഉണ്ട് ഒരു സൈഡിൽ, എന്ന് വെച്ചാൽ ഓരോ വർഷം ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന ഗ്രാജുവേഷൻ തന്നെ ഈ പറഞ്ഞ MBA അല്ലെങ്കിൽ ഈവൻ ഗ്രാജുവേഷൻ BCom, MCom അല്ലെങ്കിൽ BBA, ടോട്ടൽ വർക്ക് ഫോഴ്സിൻ്റെ ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ എംപ്ലോയ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, സപ്ലൈ ഉണ്ട്. പക്ഷേ ഡിമാൻഡും അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പഠിച്ചിറങ്ങിയ കാൻഡിഡേറ്റ്സിനെ അബ്സോർബ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിന് ഇൻഡസ്ട്രിയൽ ഇക്കണോമിക് സെക്ടറോട് വളരെ വൈബ്രൻ്റായിട്ട് വളരെ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. വിദ്യാഭ്യാസത്തിന് വന്ന മാറ്റം മാത്രമല്ല, ഇതിനെ അബ്സോർബ് ചെയ്യാൻ ഇൻഡസ്ട്രിയൽ ഇക്കണോമിക്സ് സിസ്റ്റത്തിലൂടെ കഴിയണം. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് മേഖലയിലെ ഡിമാൻഡ് ഇത് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇപ്പോൾ മുതൽ വരുന്ന കുറേ വർഷങ്ങളിൽ MBA പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് കൂടുതൽ ശതമാനവും ജോലി കിട്ടാനുള്ള പൊട്ടൻഷ്യൽ പോസിബിലിറ്റി ഇന്ത്യൻ എക്കോണമിയിലുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റാങ്കിൽ വരുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ്. ബാച്ചലർ ഓഫ് ടെക്നോളജി BTech ഒക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയവർക്ക് 71.5% ആൾക്കാർക്കും ജോലി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 2019 57.09% MBAക്കാളിലും കൂടുതലായിരുന്നു. MBAക്ക് അന്ന് കുറവായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അന്ന് MBAക്കൊക്കെ വളരെ വില കുറഞ്ഞൊരു സമയം കാലഘട്ടം പുറമോട്ടുണ്ടായിരുന്നു. 2019 അതിന് പുറമോട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സുരക്ഷ, സൈബർ സെക്യൂരിറ്റി, വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പ്രാഗൽഭ്യം നേടാൻ കഴിയുകയാണെങ്കിൽ ഈ BTechകാർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ട്രഡീഷണൽ സബ്ജക്റ്റ് മാത്രം പഠിച്ചിറങ്ങിയാൽ പോരാ, മോഡേൺ വേൾഡിന് അനുസരിച്ചിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. സാങ്കേതിക രംഗത്തെ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അപ്സ്കില്ലിംഗ് നടത്തുന്ന കാൻഡിഡേറ്റ്സിന്, ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ എംപ്ലോയേഴ്സ് ഇപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്നത് വെറും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സ്കില്ലിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന ലോകം, ഇന്ത്യ പ്രത്യേകിച്ച്, അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത്യാവശ്യമല്ല, സ്കില്ലുണ്ടെന്ന് മാത്രമേ അവർ നോക്കത്തുള്ളൂ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് പെർഫോം ചെയ്യാനുള്ള സ്കില്ലുണ്ടോ ഇല്ലയോ, അത് MBA വേണമെന്നോ BBA വേണമെന്നോ, നിങ്ങൾ അക്കൗണ്ടിങ് ഗ്രാജുവേറ്റ് ആകണമെന്നോ BTech ഗ്രാജുവേറ്റ് ആകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് ജോബ്, ഇഫ് യു ഹാവ് ദ സ്കിൽ ടു ഡു ദാറ്റ് ജോബ്, if you can perform that job using the skill, you will be recruited in the future world. It's, it is, it is happening not so in the distant future. വിദൂര ഭാവിയിലല്ല സംഭവിക്കാൻ പോകുന്നത്, സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ MCAക്കാരും പിന്നിലല്ല എന്നാണ് പറയുന്നത്. 2025 തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ വിദ്യാഭ്യാസ യോഗ്യതയാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. BTechന് ഒപ്പം തന്നെയാണ് MCA എന്ന് പറഞ്ഞത്. എവർക്കും 71% പേർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത എന്ന് പറയുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെയും കൂടെ അടിസ്ഥാനമായിരിക്കാം. മനസ്സിലായല്ലോ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് ലഭിക്കത്തുള്ളൂ. അല്ല ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ സപ്ലൈയും ഡിമാൻഡും പ്രശ്നമാണ്. സപ്ലൈ മാത്രം പോരാ, ഡിമാൻഡും വേണം. അപ്പം നമ്മളൊരു പ്രോഡക്റ്റിന് സപ്ലൈ ഉണ്ട്, പക്ഷേ ഡിമാൻഡ് ഇല്ല, വാങ്ങാൻ ആളില്ല. ഇപ്പോൾ ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ഉണ്ട്, അവരെ വാങ്ങാൻ ആളില്ല എങ്കിൽ ജോലി കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. അവരെ വാങ്ങാൻ ആളുണ്ട്. അവരെ വാങ്ങുന്നവരാണ് കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളാണ് അവരെ വാങ്ങുന്നത്. അപ്പോൾ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ജോലി കിട്ടാൻ ഇത്രയും ശതമാനത്തിൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ തീർച്ചയായിട്ടും
ഗ്രോത്ത് അല്ലെങ്കിൽ വൈബ്രൻസി ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2019 എം സി എക്കാർക്ക് 43.10% എം സി എക്കാർക്ക് തൊഴിൽ ലഭിക്കും. അപ്പോൾ എം സി എക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എം ബി എ പോലെ തന്നെ ഈ ഇഷ്ടം പോലെ ചവറ് പോലെ ആയിരുന്നു. അതുകൊണ്ട് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ബിടെക്കുകാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഐ ടി സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ തന്നെ യോഗ്യരായിട്ടുള്ള ഉദ്യോഗ കാൻഡിഡേറ്റ്സിനുള്ള ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറഞ്ഞ റിപ്പോർട്ട്. അതുപോലെ ബിടെക് പഠിച്ചതിനേക്കാളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സിസ്റ്റം ഡിസൈന്, പ്രോഗ്രാമിംഗ് തുടങ്ങിയ രംഗങ്ങളിൽ എം സി എക്കാർക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ആരെന്തൊക്കെ പഠിച്ചാലും ശരി, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, യുണീക്കായിട്ടുള്ള സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് അവർക്ക് എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉള്ളൂ. ഇത്തരക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സുരക്ഷ പോലുള്ള സാങ്കേതിക വിദ്യ വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയും. ആർക്ക്? ഈ എം സി എക്കാർക്ക്. ബി ടെക് കമ്പ്യൂട്ടർ ഗ്രാജുവേറ്റ്സിന് ഇതൊക്കെ തന്നെ സെയിം തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആരാണെന്ന് ചോദിച്ചത്, ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദം നേടിയതാണ്. ബി എസ് സി യോഗ്യതയുള്ള 52% പേർക്കും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ ബി എസ് സി എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ, ബാച്ചുലർ ഓഫ് സയൻസ് ആണ് ബി എസ് സി. നമ്മുടെ ഓൾഡ് ബി എസ് സി, പണ്ടത്തെ ബി എസ് സി. ആ ബി എസ് സിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർ, കമ്പ്യൂട്ടർ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, റിസർച്ച്, ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെ അവർക്ക് അവരെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് 58%-ഓളം ആൾക്കാർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ആർട്സ് 54% പേർക്കും, കൊമേഴ്സ് ബിരുദമുള്ളവർക്ക് 50%. കൊമേഴ്സിൻ്റെ കാര്യത്തിൽ അതിനകത്തൊരു സ്ഥിരതയുണ്ട്. കാരണം എങ്ങനെ പോയി കഴിഞ്ഞാലും അക്കൗണ്ടിങ് ജോബ്സിന് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ജോബ്സിന് വലിയ ഒരു എന്താണ് പറയുന്നത്, കുറവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചെറുതായാലും വലുതായാലും ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനൊരു അക്കൗണ്ടൻറ്റിൻ്റെ സാധ്യത, അത് ഫുൾ ടൈം അക്കൗണ്ടൻ്റ് ആയാലും പാർട്ട് ടൈം അക്കൗണ്ടൻ്റ് ആയാലും അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ആയിട്ടുള്ളതായാലും, ഒരു അക്കൗണ്ടൻ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും അവിടെ സാധ്യതയുണ്ട്. പക്ഷേ അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം കൊമേഴ്സ് ബിരുദമുള്ളവർക്ക് 50%, അതുപോലെ ഫാർമസി 56%, ഇങ്ങനെയൊക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി സാധ്യതകൾ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് ആർക്കാണ്? എം ബി എക്കാർക്കും ബി ടെക്കുകാർക്കും എം സി എക്കാർക്കുമാണ് ഇപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഫാർമസിക്ക് 56%, ഐ ടി ഐകളിൽ പഠിച്ചവർക്ക് 40%, പോളിടെക്നിക്കൽ പഠിച്ച 25% പേർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത. അതൊക്കെ വളരെ കുറവാണ്. എന്നാൽ തന്നെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രത്യേകത. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്രെഡിബിളായിട്ട് തന്നെ കരുതാവുന്നതാണ്. കാരണം ഇന്ത്യൻ എക്കോണമി വളർച്ചയുടെ പാതയിൽ തീർച്ചയായിട്ടും ആകുമ്പോൾ ഇതുപോലുള്ള സപ്ലൈ സൈഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം ഡിമാൻഡ് സൈഡ് എപ്പോഴും ഉണ്ട്. കാരണം കൂടുതൽ ഗ്രാജുവേറ്റ്സ് എല്ലാ വർഷവും പഠിച്ചിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ എക്കോണമിക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. പക്ഷേ നമുക്കത് പ്രായോഗിക തലത്തിൽ വന്നു കഴിഞ്ഞ് മാത്രമേ നമുക്കിതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എം ബി എ, ബി ടെക്, എം സി എ ഗ്രാജുവേറ്റ്സ്, അതായത് ബി കോം, എം കോം, ബി ബി എ, ബി സി എ, ബി എസ് സി, ഇതുപോലുള്ള ഗ്രാജുവേറ്റ്സ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വർഷവും ഒത്തിരി ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ എക്കോണമിക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിനും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ബിസിനസ് സെക്ടറിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ കപ്പാസിറ്റി ഉണ്ടാകുന്നത്? കാരണം ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കപ്പാസിറ്റി ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും അല്ലെങ്കിൽ ഇക്കോണമിയും ഒക്കെ തന്നെ ഗ്രോത്തിൻ്റെ പാതയിലാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അബ്സോർബ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അത് ഗ്രോത്തിൻ്റെ പാതയിലാണ് എന്നുള്ള തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട് നമുക്ക് വെളിവാക്കി തരുന്നത്. അപ്പോൾ അത് വരുന്ന ഒരു
3 to 5 ഇയേഴ്സിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ പ്രായോഗികത നമുക്ക് കാത്തിരുന്ന് കാണുകയും അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്കോണമിയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സെക്ടറിൻ്റെ ഒരു ഇന്നത്തെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ MBA എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത ഏകദേശം 80% ഉണ്ട്. അതുപോലെ MCA കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു എന്താണ് സമേഷൻ അല്ലെങ്കിൽ സം ടോട്ടൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.